സെൽ സൈക്കിൾ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട് അല്ലേ? ആ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പം കുട്ടികളോട് ചോദ്യം ചോദിക്കുമ്പോൾ പലർക്കും ക്രോമസോമിൻ്റെ എണ്ണം പോലും കണ്ടുപിടിക്കാൻ അറിയില്ല. നിങ്ങൾക്കറിയാമോ? അറിയാലോ സാറേ. എങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്ന് പറയാം മക്കളെ. ഇതെത്ര ക്രോമസോമാ സാർ? ഇത് അര ക്രോമസോം. എന്നാൽ ഇതെത്ര ക്രോമസോമാ സാർ? ഇത് ഒരു ക്രോമസോം. എന്നാൽ ഇതെത്ര ക്രോമസോമാ സാർ? ഇത് 4 ക്രോമസോം. അറിയാം സാർ, ഇത് അര ക്രോമസോം, ഇത് ഒരു ക്രോമസോം, ഇത് 4 ക്രോമസോം അല്ലേ? ഇതല്ലേ നിങ്ങളുടെ ഉത്തരം? എങ്കിൽ ഇതല്ല മക്കളെ ഉത്തരം. അറിയാത്തവരൊക്കെ ശ്രദ്ധിച്ചോ. എങ്ങനെ ക്രോമസോമിന്റെ എണ്ണം കണ്ടുപിടിക്കാം, അതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോണത്. ശ്രദ്ധിച്ചോ, ഞാനൊരു ക്രോമസോമിന് നോർമലി നിങ്ങൾക്ക് അറിയുന്ന ക്രോമസോം ഇതായിരിക്കുമല്ലോ, ഞാൻ ഇതിനെ വരച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. ഇത്രയും ഭാഗത്തെ വിളിക്കുന്ന പേരെന്താ? അതിന്റെ ആം എന്ന വിളിക്കുക. ആം എന്ന വിളിക്കുക. ഇതാരാ സാറേ? ആമ. അപ്പൊ ഇതെന്താ സാർ? ഇത് അടുത്ത ആം. ഇതെന്താ സാർ? അടുത്ത ആം. ഇതെന്താ സാർ? അത് അടുത്ത ആം. ഈ ക്രോമസോമിൽ എത്ര ആമകളുണ്ട് മക്കളെ? 1 2 3 4 4 ആമകളുണ്ട്. ഈ ആമകളെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ്, ഈ ആമകളെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് പേരെന്താ? സെൻട്രോമിയർ എന്ന് വിളിക്കുക. ഈ ക്രോമസോമിൽ 4 ആമകളുണ്ട്. ആമകൾ ജോയിൻ ചെയ്യുന്ന പോയിന്റിന്റെ പേര് സെൻട്രോമിയർ. സെൻട്രോമിയർ എപ്പോഴും സെൻട്രൽ ആകണം എന്നില്ല കേട്ടോ, മാറാം. അക്രോട്ടീലോ നമ്മൾ പഠിച്ചാണല്ലോ സാർ. 2 ആമകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഒരു ക്രോമാറ്റിഡ്. ശ്രദ്ധിച്ചോ സാർ? ശ്രദ്ധിച്ചോ സാറേ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഒരു ആമ്, ഇത് അടുത്ത ആമ്. ഈ 2 ആമകളെ ചേർത്ത് വിളിക്കുന്ന പേരെന്താ? ക്രോമാറ്റിഡ് എന്ന് വിളിക്കുക. എത്ര ക്രോമാറ്റിഡാ? ഒരു ക്രോമാറ്റിഡ്. 2 ആമകളെ ചേർത്ത് വിളിക്കുന്ന പേരാ ഒരു ക്രോമാറ്റിഡ്. ഇതെന്താ സാറേ? അടുത്ത ആമ. ഇതെന്താ സാർ? അടുത്ത ആമ. ഈ 2 ആമകളെ ചേർത്ത് എന്ത് വിളിക്കാം? അടുത്ത ക്രോമാറ്റിഡ് എന്ന് വിളിക്കാം. 2 ആമകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സാറേ ഒരു ക്രോമാറ്റിഡ്. ഈ ക്രോമസോമിൽ എത്ര ആമകളുണ്ട്? 4 ആമകളുണ്ട്. 4 ആം എന്ന് പറയുമ്പോൾ എത്ര ക്രോമാറ്റിഡാ? 2 ക്രോമാറ്റിഡാ. 2 ആം ഒരു ക്രോമാറ്റിഡ് ആണെങ്കിൽ 4 ആം എത്ര? 2 ക്രോമാറ്റിഡ് ആണ്. അപ്പോൾ 4 ആം ഉണ്ടെന്ന് മനസ്സിലായി, ഒരു സെൻട്രോമിയർ ഉണ്ടെന്ന് മനസ്സിലായി, 2 ക്രോമാറ്റിഡ് ഉണ്ടെന്ന് മനസ്സിലായി. സാർ, ക്രോമസോമിന്റെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിളാ മക്കളെ. ക്രോമസോമിന്റെ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ എത്ര സെൻട്രോമിയർ ഉണ്ടോ നോക്കിയാൽ മതി. സെൻട്രോമിയർ എത്ര എണ്ണം ഉണ്ടോ അത്രയും ക്രോമസോം ഉണ്ടെന്ന് നമ്മൾ പറയാം. സെൻട്രോമിയർ 1 ആണെങ്കിൽ ഒരു ക്രോമസോമ. സെൻട്രോമിയർ 2 എണ്ണം ഉണ്ടെങ്കിലോ 2 ക്രോമസോമ മക്കളെ. നമ്പർ ഓഫ് ക്രോമസോം ഈക്വൽ ടു നമ്പർ ഓഫ് സെൻട്രോമിയർ. ആമുകളുടെ എണ്ണം മാറാം, ക്രോമസോം നമ്പർ മാറില്ല. ക്രോമാറ്റിഡിന്റെ എണ്ണം മാറും, ക്രോമസോം നമ്പർ മാറില്ല. എന്നാൽ സെൻട്രോമിയറിന്റെ എണ്ണം മാറിയാലേ ക്രോമസോമിന്റെ എണ്ണം മാറും. എങ്കിൽ ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ ഒന്നും കൂടെ വാ മക്കളെ. ഇവിടെ എന്താ പ്രത്യേകത സാറേ? ഇവിടെ എത്ര ക്രോമസോം ഉണ്ട്? ഇവിടെ എത്ര ക്രോമസോം ഉണ്ടെന്ന് നോക്കിയാൽ എത്ര സെൻട്രോമിയർ ഉണ്ടെന്ന് നോക്കിയാൽ മതി. നമ്പർ ഓഫ് ക്രോമസോം. നമ്പർ ഓഫ് ക്രോമസോംസ് പറ. നമ്പർ ഓഫ് ക്രോമസോംസ് പറ. നമ്പർ ഓഫ് ക്രോമസോം കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ക്രോമാറ്റിഡ് സെൻട്രോമിയർ നോക്കിയാൽ മതി. ഇവിടെ ഒരു സെൻട്രോമിയർ അല്ലേ ഉള്ളൂ. ഒരു സെൻട്രോമിയർ ഉള്ളെങ്കിൽ എന്താ സാർ? ഒരു ക്രോമസോം. എത്ര സെൻട്രോമിയർ ചിത്രത്തിലുണ്ടോ അത്രയും ക്രോമസോം എന്നാണ് അർത്ഥം. പക്ഷെ എത്ര ആമുകളുണ്ട്? എത്ര ആംസ് ഉണ്ട് സാറേ? എത്ര ആമുണ്ട്? ഇത് ഒരാമ്, ഇത് 2ാമത്തെ ആമ്. എത്ര ആമുകളുണ്ട് മക്കളെ? 2 ആമുകളുണ്ട്. എത്ര ക്രോമാറ്റിഡ് ഉണ്ട്? എത്ര ക്രോമാറ്റിഡ് ഉണ്ട് മക്കളെ? 2 ആമുകൾ ചേർന്നാൽ ഒരു ക്രോമാറ്റിഡായി. ഒരു ക്രോമസോമാണ്, 2 ആമാണ്, ഒരു ക്രോമാറ്റിഡ് ആണ്. എങ്കിൽ ഇത് പറ സാർ, ഇതെന്താ? ഇത് അര ക്രോമസോം എന്നല്ല കേട്ടോ. അര, മുക്കാല്, കാലം നമ്മൾ പറയാറില്ല. 1 2 3 4 അങ്ങനെ ക്രോമസോം പറയാ. എണ്ണം ഓഡ് നമ്പേഴ്സിലാ, ന്യൂമറിക്കൽ ഡിനോമിനേറ്റർ അങ്ങൊന്നും വരില്ല. ഇത് ഒരു ക്രോമസോമ. ഇത് എത്ര ക്രോമസോമ മക്കളെ? ഇതും ഒന്ന് തന്നെ. കാരണം എന്താ? ഇതിൽ ഒരു സെൻട്രോമിയറേ ഉള്ളൂ. ഒരു സെൻട്രോമിയർ ഉള്ളെങ്കിൽ അത് എത്ര ക്രോമസോമ? ഇതും ഒരു ക്രോമസോമ. പക്ഷെ എന്താ വ്യത്യാസം? ആമുകളുടെ എണ്ണത്തിലാ വ്യത്യാസം. ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ 2 ആമുണ്ട്, ഇവിടെ എത്ര ആമുണ്ട്? 1 2 3 4 ആമുണ്ട്. 4 ആമുണ്ട്. 4 ആമെന്ന് പറഞ്ഞാൽ എത്ര ക്രോമാറ്റിഡാ? 2 ക്രോമാറ്റിഡാ. 4 ആമെന്ന് പറഞ്ഞാൽ 2 ക്രോമാറ്റിഡ് ആണ്. ഇതും ഒരു ക്രോമസോമ, ഇതും ഒരു ക്രോമസോമ. എങ്കിൽ ഇതൊന്ന് പറഞ്ഞേ സാറേ. ഇവിടെയും ഒരു സെൻട്രോമിയർ തന്നെ. അപ്പൊ ഇതും എന്താ? ഒരു ക്രോമസോമ. 4 ക്രോമസോം ഒന്നുമല്ല. ഇവിടെയും ഒരു സെൻട്രോമിയർ ഉണ്ട്, ഇവിടെയും സെൻട്രോമിയർ ഉണ്ട്, ഇവിടെയും ഒരു സെൻട്രോമിയർ ഉണ്ട്. ഒരു സെൻട്രോമിയർ ആണെങ്കിൽ ഒരു ക്രോമസോമ. എത്ര ആമുണ്ട്? ഒരൊറ്റ ആമേ ഉള്ളൂ. എത്ര ആമുണ്ട്? ഒരൊറ്റ ആമേ ഉള്ളൂ. അപ്പൊ എത്ര ക്രോമാറ്റിഡാ? ഹാഫ് ക്രോമാറ്റിഡാ എന്ന് പറയാം. ക്രോമസോം നമ്പർ നമ്മൾ ഹാഫ് എന്നൊന്നും നമ്മൾ പറയാറില്ല, പക്ഷേ ക്രോമാറ്റിഡ് നമ്മൾ ഹാഫ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ എത്ര? 2 ആമല്ലേ സാറേ ഒരു ക്രോമാറ്റിഡ്. പക്ഷെ ഇവിടെ ഒരാമേ ഉള്ളൂ. ഒരാമെന്ന് പറഞ്ഞാൽ എത്ര? ഹാഫ് ക്രോമാറ്റിഡ് ആണ്. ഒരാമെന്ന് പറഞ്ഞാൽ ഹാഫ് ക്രോമാറ്റിഡ് ആണ്. ഇത് മനസ്സിലായോ? ക്രോമസോമിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി സാറേ. ഇനി നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ ഇതൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളൊന്ന് വായിച്ചേ കേൾക്കട്ടെ, ഒന്ന് വായിക്കട്ടെ.
ഓണിയൻ റൂട്ട് സെല്ല് ഡിപ്ലോയിഡ് ആണ് എന്ന് പറഞ്ഞാൽ 2n ആണ്. ഓണിയൻ്റെ റൂട്ട് സെല്ല് ഡിപ്ലോയിഡ് ആണ്. എത്ര ക്രോമസോം നമ്പർ 16 അപ്പോൾ ഡിപ്ലോയിഡ് ആണ്. അത് എത്ര എന്ന് പറയുന്നുണ്ട്? 16 പറയുന്നുണ്ട്. ഡിപ്ലോയിഡ് സെല്ല അതിലെ ക്രോമസോം നമ്പർ 16. അതിൻ്റെ അർത്ഥം എന്താ? 2n = 16 ആണ്. ഇവിടുത്തെ ചോദ്യം എന്താ? എന്താണ് G1ലെയും G2ലെയും ക്രോമസോം നമ്പർ? എന്താണ് G1ലെയും G2ലെയും ക്രോമാറ്റിഡിന്റെ നമ്പർ? ക്രോമസോമിന്റെ നമ്പർ എത്ര? ക്രോമാറ്റിഡിന്റെ നമ്പർ എത്ര? ഇതാണ് മക്കളെ ചോദ്യം. ഒന്ന് പോസ്റ്റ് ചെയ്തേ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക് മക്കളെ. കിട്ടുന്നില്ലല്ലേ? എങ്കിൽ വാ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. ഈ ചോദ്യം എങ്ങനെ അറ്റൻഡ് ചെയ്യും? ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്, ഒരു സെല്ല് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2 ഫേസുകളാ. ആദ്യമുള്ള ഫേസിന്റെ പേരെന്താ? എം ഫേസ് എന്നാ വിളിക്കുക. സോറി, ആദ്യമുള്ള ഫേസിന്റെ പേരെന്താ മക്കളെ? ആദ്യമുള്ള എം ഫേസ്. ഞാൻ എന്ത് പറഞ്ഞാലും അത് കേട്ടിരിക്കണം, തിരുത്തി പറയില്ല കേട്ടോ. ഇന്റർഫേസ് എന്നാ വിളിക്കുക. കൂടുതൽ സമയം ഇന്റർഫേസിനാണ് വേണ്ടത്. ഏകദേശം 95% ടൈമും ഇന്റർഫേസിനാണ് വേണ്ടത്. കുറച്ച് സമയം മതി ഏത് നടക്കാൻ? എം ഫേസ് നടക്കാൻ. 5% ടൈം. ഒരു സെൽ സൈക്കിളിൻ്റെ 95% സമയം വേണ്ടത് ഏതാ? ഇന്റർഫേസിനാണ്. 5% എം ഫേസിന് മതി. ഇന്റർഫേസിനെ വീണ്ടും 3 തിരിക്കാം സാർ. ഏതൊക്കെ? G1 ഫേസ്, എസ് ഫേസ്, G2 ഫേസ്. ഗ്യാപ്പ് 1 ഫേസ്, സിന്തസിസ് ഫേസ്, G2 ഫേസ്. ഇതിൽ ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് ആർക്കാ? G1 ഫേസിനാ. പിന്നെ സമയം വേണ്ടത് ആർക്കാ? എസ് ഫേസിനാ. പിന്നെ സമയം വേണ്ടത് ആർക്കാ? G2 ഫേസിനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് ഇന്റർഫേസിനാണ്. എം ഫേസിനെ കുറച്ച് മതി. ഇന്റർഫേസിനെ വീണ്ടും 3 തിരിച്ചു. അതിലേറ്റവും കൂടുതൽ സമയം വേണ്ടത് ആർക്കാ? G1, എസ്, G2വിനാണ്. ആദ്യം G1, പിന്നെ കുറച്ച് സമയം മതി എസിന്, പിന്നെ കുറച്ച് സമയം മതി G2വിന്. സമയത്തിൻ്റെ കണക്കൊന്ന് ഓർത്ത് വെച്ചോ. എങ്ങനെ എഴുതുക? ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് G1നാ. പിന്നെ സമയം വേണ്ടത് ആർക്കാ? എസ് ഫേസിനാ. പിന്നെ സമയം വേണ്ടത് ആർക്കാ? G2 ഫേസിനാ. ഏറ്റവും കുറവ് സമയം മതി ആർക്ക് മക്കളെ? എം ഫേസിന്. ഇത് 3 കൂടെ ചേർത്ത് നമുക്ക് എന്ത് വിളിക്കാം? ഇന്റർഫേസ് എന്ന് വിളിക്കാം. ഇന്റർഫേസിൽ ഏറ്റവും കൂടുതൽ സമയം G1ന്, പിന്നെ സമയം വേണ്ടത് എസ് ഫേസിന്, പിന്നെ സമയം വേണ്ടത് G2 ഫേസിന്. ഏറ്റവും കുറവ് സമയം ആർക്കാ വേണ്ടത്? എം ഫേസിനാണ്. ഏറ്റവും കുറവ് സമയം എം ഫേസിനാണ്. എൻ്റെ ചോദ്യം ഇതല്ല കേട്ടോ മക്കളെ. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം G1ൽ കയറണം, പിന്നെ എസ് ഫേസിൽ പോകണം, പിന്നെ G2 ഫേസിൽ പോകണം. ഇത് 3 കംപ്ലീറ്റ് ആയാൽ എന്ത് കംപ്ലീറ്റ് ആയി? ഇന്റർഫേസ് കംപ്ലീറ്റ് ആയി. അവ നേരെ എങ്ങോട്ട് പോകും? പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസിൽ പോകും. ഇത് 4 കംപ്ലീറ്റ് ആയാൽ എന്ത് കംപ്ലീറ്റ് ആയി? കാരിയോകൈനസിസ് കംപ്ലീറ്റ് ആയി. എന്നിട്ട് നേരെ സൈറ്റോകൈനസിസ് നടക്കും. 2 സെല്ലായിട്ട് മാറും. ഈ സൈക്കിളിലൂടെ കടന്നു പോയാലേ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുള്ളൂ മക്കളെ. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം G1, പിന്നെ എസ്, പിന്നെ G2, പിന്നെ പ്രോ, മെറ്റ, അന, ടീലോ, സൈറ്റോകൈനസിസ്. അപ്പം ഈ ഒരു സെൽ എത്രയായി മാറി? 2 മാറി. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് എന്താ അറിയേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ G1 ഫേസിലേക്ക് നോക്ക്. G1 ഫേസിൽ കയറുമ്പം സെല്ലിൻ്റെ ഉള്ളിലെ ക്രോമസോമുകൾ ഇങ്ങനെ കാണുക. ക്രോമസോമുകൾ ഇങ്ങനെ കാണുക. എത്ര ക്രോമസോം നമ്പർ? ഒരു സെൻട്രോമിയറേ ഉള്ളൂ. അപ്പം ഒരു ക്രോമസോമാ. എത്ര ആമുണ്ട്? 2 ആമുകളുണ്ട് സാറേ. എത്ര ക്രോമാറ്റിഡ് ഉണ്ട്? 2 ആമെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്രോമാറ്റിഡ് ആണ്. G1 ഫേസിൽ ഇരിക്കുമ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ ഒരു ക്രോമസോമേ ഉള്ളെങ്കിലും അതിൽ 2 ആമുണ്ട്, ഒരു ക്രോമാറ്റിഡ് ഉണ്ട്. ഈ സെൽ എങ്ങോട്ട് വന്നു? എസ് ഫേസിൽ വന്നു. G1 ഫേസിലുള്ള ഇതേ സെൽ എങ്ങോട്ടേക്ക് വന്നു? എസ് ഫേസിലേക്ക് വന്നു. എസ് ഫേസിൽ വരുമ്പോൾ എന്താ മാറ്റം സംഭവിക്കാന്നറിയാമോ? G1 ഫേസിൽ ഇങ്ങനല്ലേ സെല്ലിൻ്റെ ഉള്ളിൽ കാണുക. എസ് ഫേസിൽ വരുമ്പം ഒരു DNA കൂടെ, ഒരു ക്രോമാറ്റിഡ് കൂടെ ആഡ് ആകും. ആദ്യം 2 ആമുകളെ ഉള്ളൂ, പിന്നെ 2 ആമ് കൂടെ ആഡ് ആകും. 2 ആമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ക്രോമാറ്റിഡ് ആഡ് ആയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ 2 ആമേ ഉള്ളൂ, ഇവിടെ വീണ്ടും 2 ആമ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്രോമാറ്റിഡ് ആഡ് ചെയ്തു. ഇവിടെ ക്രോമസോം നമ്പർ എത്ര തന്നെ സാർ? ഒരു സെൻട്രോമറേ ഉള്ളൂ, ഒരു ക്രോമസോം തന്നെ. പക്ഷെ ആം എത്ര എണ്ണമുണ്ട് സാറേ? 4 ആമുണ്ട്. എത്ര ക്രോമാറ്റിഡാ? 2 ക്രോമാറ്റിഡാ സാറേ. എന്താ വ്യത്യാസം? G1 ഫേസിലെ സെല്ലിലെ ക്രോമസോമും എസ് ഫേസിലെ സെല്ലിലെ ക്രോമസോമും തമ്മിൽ എന്താ വ്യത്യാസം? G1 ഫേസിലെ ഒരൊറ്റ ക്രോമാറ്റിഡേ ഉള്ളൂ. 2 ആമിനെ ചേർത്തിട്ട് ഒരു ക്രോമാറ്റിഡ് എന്ന് വിളിക്കാമല്ലോ. എസ് ഫേസിൽ വരുമ്പോൾ എന്താ പ്രത്യേകത? 4 ആമായി. 4 ആമെന്ന് പറഞ്ഞാൽ 2 ക്രോമാറ്റിഡാ. അപ്പൊ എന്താ വ്യത്യാസം? G1 ഫേസിൽ ഇരിക്കുമ്പം ഒരു ക്രോമാറ്റിഡേ കാണുള്ളൂ ക്രോമസോമിന്. എന്നാൽ അതേ സെല്ല് എസ് ഫേസിലേക്ക് വരുമ്പോഴോ ക്രോമസോമിന് 2 ക്രോമാറ്റിഡ് ആയിട്ട് മാറും. ഇതാണ് മക്കളെ വ്യത്യാസം. പഠിച്ചു വെച്ചോ. G1 ഫേസിൽ എത്ര ക്രോമസോം ഉണ്ടോ അതിനൊക്കെ ഒരു ക്രോമാറ്റിഡേ ഉള്ളൂ. എന്നാൽ ആ ക്രോമസോം എസ് ഫേസിലേക്ക് വരുമ്പോഴോ ഒരു ക്രോമാറ്റിഡ് വരും. അവർക്ക് 2 ക്രോമാറ്റിഡ് ആയിട്ട് മാറും.
G1 ഫേസിൽ സാറേ ഒരു ക്രോമാറ്റിഡേ ഉള്ളൂ. എസ് ഫേസിലേക്ക് വരുമ്പോഴോ സാറേ 2 ക്രോമാറ്റിഡ് ആയിട്ട് മാറും. എന്നാൽ G2 ഫേസിലോ അതേപോലെ 2 ക്രോമാറ്റിഡ് തന്നെ. എസ് ഫേസിലെ പോലെ തന്നെ എവിടെയും കാണുക, G2വിലും കാണുക. കണ്ടോ, എസ് ഫേസിൽ എങ്ങനെയാണോ അതേപോലെ G2വിൽ വരിക, വലിയ മാറ്റങ്ങൾ വരില്ല. ഇവിടെ എന്താ ഒരു ക്രോമാറ്റിഡ്, ഇവിടെ 2 ക്രോമാറ്റിഡ്, ഇവിടെ 2 ക്രോമാറ്റിഡ്. ഇത് വേണം മക്കളെ, ക്വസ്റ്റ്യൻ അറിയാൻ ഇത് വേണം, ക്വസ്റ്റ്യൻ അറിയാൻ ഇത് വേണം. അപ്പം എന്താ സാറേ വ്യത്യാസം? എന്താണ് വ്യത്യാസം? എന്താണ് വ്യത്യാസം പറ. ഒരു ക്രോമാറ്റിഡ്, 2 ക്രോമാറ്റിഡ്, 2 ക്രോമാറ്റിഡ്, ഇവിടെ ഇത് തന്നെ. പക്ഷേ എന്താ പ്രശ്നം? ക്രോമാറ്റിഡിൻ്റെ എണ്ണം മാറി, ക്രോമസോമിൻ്റെ എണ്ണമോ? G1 ഫേസിൽ ഒരു ക്രോമാറ്റിഡ്, എസ് ഫേസിൽ 2 ക്രോമാറ്റിഡ്, ഈ G2 ഫേസിൽ 2 ക്രോമാറ്റിഡ്. ക്രോമാറ്റിഡിൻ്റെ എണ്ണം മാറുന്നുണ്ട്, പക്ഷെ ക്രോമസോമിൻ്റെ എണ്ണം ഈക്വലാ. ഇവിടെ എന്താ ഒരു ക്രോമാറ്റിഡ് ഉള്ളൂ, പക്ഷെ എന്താ ഒരു ക്രോമസോം തന്നെ. ഇവിടെ എന്താ സാറേ ക്രോമസോം 1 തന്നെ. ഇവിടെ എന്താ സാറേ, ഇവിടെ എന്താ ഒരു സെൻട്രോമീർ തന്നെ. അപ്പം ഇവിടെ എത്ര ക്രോമസോമാ? ഒരു ക്രോമസോമാ. ക്രോമാറ്റിഡിൻ്റെ എണ്ണം മാറി, പക്ഷെ ഒരു ക്രോമസോം തന്നെ. ഇവിടെയുമോ ഒരു സെൻട്രോമീറാ, അപ്പം ഇതും എന്താ ഒരു ക്രോമസോമാ. മക്കളെ G1ൽ എത്ര ആണോ 16 ക്രോമസോം നമ്പർ എങ്കിൽ, G1ൽ 16 ക്രോമസോം നമ്പർ എങ്കിൽ എസ്സിലും എത്ര തന്നെ ക്രോമസോം നമ്പർ? 16 തന്നെയാണ്. G2വിലും എത്ര ക്രോമസോം നമ്പർ? 16 തന്നെയാണ്. ക്രോമസോം നമ്പർ മാറില്ല. G1ലും എസ്സിലും G2വിലും ക്രോമസോം നമ്പർ മാറില്ല, പക്ഷെ ക്രോമാറ്റിഡുകളുടെ എണ്ണം മാറും. ഒരു ക്രോമാറ്റിഡ്, 2 ക്രോമാറ്റിഡ്, 2 ക്രോമാറ്റിഡ്. മനസ്സിലായോ? മനസ്സിലായോ? ക്രോമസോം നമ്പർ മാറില്ല, പക്ഷെ ക്രോമാറ്റിൻ്റെ എണ്ണം മാറി. G1ൽ നോക്ക്, ഒരാമ് 2 ഒരു ക്രോമാറ്റിഡാ. ഒരു ക്രോമാറ്റിഡ് ആണെങ്കിലും ഒരു സെൻട്രോമീറേ ഉള്ളൂ, അപ്പം ഇതൊരു ക്രോമസോം തന്നെ. ഇവിടെ 2 ക്രോമാറ്റിഡ് ഉണ്ട്, പക്ഷെ ഒരു സെൻട്രോമീറേ ഉള്ളൂ, അപ്പോൾ അതൊരു ക്രോമസോം തന്നെ. ഇവിടെ 2 ക്രോമാറ്റിഡ് ഉണ്ട്, പക്ഷെ ഒരു സെൻട്രോമീറേ ഉള്ളൂ, ഒരു ക്രോമസോമാ. സെൻട്രോമീറിൻ്റെ എണ്ണം നോക്കിയിട്ട് വേണം ക്രോമസോമിൻ്റെ എണ്ണം തീരുമാനിക്കാൻ. അപ്പോൾ ഇതിന് എന്തു മനസ്സിലായി മക്കളെ? ഇതിന് എന്തു മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തേ. ഓണിയൻ റൂട്ട് സെല്ല് ഡിപ്ലോയിഡ് ആണ്, 2N ആണ്. അപ്പോൾ ഡിപ്ലോയിഡ് സെല്ലാണ്. ക്രോമസോം നമ്പർ എത്ര? 16 ആണ്. ക്രോമസോം നമ്പർ ഇൻ G1 ആൻഡ് G2. G1 എസ് G2 ക്രോമസോം നമ്പർ മാറില്ലല്ലോ, ഞാൻ പഠിപ്പിച്ചല്ലേ. ക്രോമസോം നമ്പർ മാറില്ല മക്കളെ. ക്രോമസോം നമ്പർ എത്ര വരിക? G1ൽ എത്ര ആണോ അത് തന്നെ എസ് ഫേസിൽ വരിക, അത് തന്നെ എവിടെയും വരിക, G2വിൽ വരിക. G1ൽ ഒരു സെല്ലിൻ്റെ ക്രോമസോം നമ്പർ എത്ര ആണോ പറയുന്നത് അതായിരിക്കും G1ൽ കാണുക. ഇവിടെ ഓണിയൻ റൂട്ട് സെല്ലിന് എത്ര? 16 അല്ലേ. അപ്പോൾ G1ൽ എത്ര തന്നെ? 16. എസ്സിൽ എത്ര? 16. G2വിലും എത്ര? 16 ആണ്. ക്രോമസോം നമ്പർ 16. നമ്പർ ഓഫ് ക്രോമാറ്റിഡ് മാറുമല്ലോ, ക്രോമാറ്റിഡ് മാറും. ഇവിടെ ഒരു ക്രോമാറ്റിഡേ കാണുള്ളൂ, ഇവിടെ 2 ക്രോമാറ്റിഡ് കാണും, ഇവിടെയും എന്ത് കാണും? 2 ക്രോമാറ്റിഡ് കാണും. ഓക്കെ, അപ്പോൾ നോക്ക്, 16 ക്രോമസോമാണ്. 16 ക്രോമസോം ഇങ്ങനെയല്ലേ കാണുക? എല്ലാത്തിനും ഓരോ ക്രോമാറ്റിഡേ കാണുള്ളൂ. എത്ര ക്രോമസോം ഉണ്ടോ G1 ഫേസിൽ ആ ക്രോമസോമിനൊക്കെ ഓരോ ക്രോമാറ്റിഡേ കാണുള്ളൂ. G1ൽ എത്ര ക്രോമസോമാ? 16 ക്രോമസോമാ. ഓരോ ക്രോമസോമിന് ഓരോ ക്രോമാറ്റിഡ്. അപ്പം എത്ര ക്രോമാറ്റിഡ് കാണും? 16 ക്രോമാറ്റിഡ് G1 ഫേസിൽ കാണും. G1ൽ എത്ര ക്രോമാറ്റിഡ് കാണും സാറേ? 16 ക്രോമാറ്റിഡ് കാണും. G2വിൽ എന്താ പ്രത്യേകത? എത്ര ക്രോമസോം ഉണ്ടോ ആ ക്രോമസോമിനൊക്കെ 2 ക്രോമാറ്റിഡ് ആയിട്ട് മാറും. 16 ക്രോമസോം ഇല്ലേ G2വിൽ, അപ്പോൾ എത്ര ക്രോമാറ്റിഡ് കാണും? ഓരോ ക്രോമസോമിന് 2 ക്രോമാറ്റിഡ്. അപ്പോൾ 16 ക്രോമസോമിനോ 32 ക്രോമാറ്റിഡ്. എത്ര ക്രോമാറ്റിഡാ? 32 ക്രോമാറ്റിഡ്. ഇത് മനസ്സിലായോ? ഇത്ര ഓർത്താൽ മതി. G1ൽ എത്ര ക്രോമസോം ഉണ്ടോ ആ ഓരോ ക്രോമസോമിനും ഓരോ ക്രോമാറ്റിഡേ കാണുള്ളൂ. G2വിൽ എന്താ പ്രത്യേകത? എത്ര ക്രോമസോം ഉണ്ടോ അതിൽ ഓരോ ക്രോമസോമിനും 2 ക്രോമാറ്റിഡ് വരും. G1ൽ 16 ക്രോമസോം ഉണ്ട്, അപ്പോൾ 16 ക്രോമാറ്റിഡ്. G2വിലും 16 ക്രോമസോം തന്നെ നമ്പർ, പക്ഷെ ഓരോന്നിനും 2 ക്രോമാറ്റിഡ് ഉണ്ട്, അപ്പോൾ 32 ക്രോമാറ്റിഡായി. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായ മക്കളെ? നല്ല ക്വസ്റ്റ്യനാണ്, നല്ല ക്വസ്റ്റ്യനാണ് മക്കളെ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ക്രോമസോമിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ക്രോമാറ്റിഡിൻ്റെ കണക്ക് മനസ്സിലാക്കുന്നത്, മനസ്സിലായല്ലോ മക്കളെ? ഇത് മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ. എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റണം. ഡ്രോസോഫില 8 ക്രോമസോം ഉണ്ട്. ഡ്രോസോഫില ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എത്ര? 8 ക്രോമസോം ഉണ്ട്. നമ്പർ ഓഫ് ക്രോമസോം ഇൻ വിങ് സെൽ, അതിൻ്റെ ചിറകിൽ എത്ര സെല്ലാണ്? ചിറകുണ്ടല്ലോ, വിങ് സെൽ. വിങ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ചിറകെന്ന് പറഞ്ഞാൽ എന്ത് സെല്ലാ മക്കളെ? ഫങ്ഷൻ ചെയ്യുന്ന സെല്ലുകളല്ലേ. ചിറകെന്ന് പറഞ്ഞാൽ എന്താ? ചിറക് ഫങ്ഷൻ ചെയ്യുന്ന സെല്ലുകളാ, പറക്കാൻ സഹായിക്കുമല്ലോ. ഈ ഫങ്ഷൻ ചെയ്യുന്ന സെല്ലുകളൊക്കെ ഏത് ഫേസിലായിരിക്കും? G1 ഫേസ് അല്ലെങ്കിൽ G0 ഫേസിലായിരിക്കും. ഫങ്ഷൻ ചെയ്യുന്ന സെല്ലുകളൊക്കെ G1 അല്ലെങ്കിൽ G0 ഫേസിലായിരിക്കും മക്കളെ.
നോക്ക്, ഡ്രോസോഫിലിന്റെ ക്രോമസോം നമ്പർ 8 അല്ലേ? 8 G1 ക്രോമസോം നമ്പർ തന്നെ S അതിലെ ക്രോമസോം നമ്പർ തന്നെ G2. അപ്പൊ G1 എത്ര വരിക? 8 എങ്കിൽ S എത്ര? 8 തന്നെ. G2 എത്ര? 8 തന്നെ വരിക. അപ്പൊ വിങ്സെല്ലിലെ ക്രോമസോം നമ്പർ എത്ര തന്നെ? 8 മക്കളെ. ഇവിടുത്തെ ചോദ്യം എന്താ? ഡ്രോസോഫില എന്ന് പറഞ്ഞ ഒരു ഇൻസെക്റ്റ് ഉണ്ട്, പഴയിച്ച, ഡ്രോസോഫില്ല മെലാനോഗാസ്റ്റർ, ഫ്രൂട്ട് ഫ്ലൈ. എക്സ്പെരിമെന്റ് പഠിക്കാൻ ഉപയോഗിച്ചാണ് മെൻഡലിന്റെ. ഡ്രോസോഫിലയിൽ 8 ക്രോമസോം ഉണ്ട്. അവർ ഡിപ്ലോയിഡ് സെല്ലുകളാ. 2n = 8 എന്ന് മനസ്സിലായി. ആ സെല്ല് ഡിവിഷന് പോവാന്നിരിക്കട്ടെ, സെൽ സൈക്കിളിൽ കയറാന്നിരിക്കട്ടെ, എങ്കിൽ സെൽ സൈക്കിൾ കയറി വിങ് സെൽ, അതിൻ്റെ ചിറകിൻ്റെ സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ട്? ആദ്യം ഓർക്കേണ്ടത്, ഒരു സെല്ല് ഫങ്ഷൻ ചെയ്യുന്നതാണെങ്കിൽ അവർ G1 ഫേസിലായിരിക്കും. G0 ഓർക്കണ്ട, G1 ഫേസിലായിരിക്കും. വിങ് സെൽ എന്ന് പറഞ്ഞാൽ ചിറക് ഫങ്ഷൻ ചെയ്യുന്ന സെല്ലുകളാ, പറക്കാൻ സഹായിക്കും. അപ്പം അത് ഏത് ഫേസിലാ? G1 ഫേസിലാ. വിങ് സെല്ലിലെ ക്രോമസോം നമ്പർ എത്രയാണെന്ന് അറിയണമെങ്കിൽ വിങ് സെൽ ഏത് ഫേസിലാണെന്ന് അറിയണം. വിങ് സെൽ ഏത് ഫേസിലാ സാറേ? G1 ഫേസിലാണ്. എടാ, ക്രോമസോം നമ്പർ 8 ആണെങ്കിൽ G1 G2 സെയിം ക്രോമസോം നമ്പറാ. ക്രോമാറ്റിഡിന്റെ എണ്ണം മാറും, ക്രോമസോം നമ്പർ എത്ര തന്നെ? 8 വരിക. S-ലും 8, G2 8 തന്നെ വരിക. എന്നാൽ ക്രോമാറ്റിഡ് എത്ര? G1 ഓരോ ക്രോമസോമിന് ഓരോ ക്രോമാറ്റിഡാ. അപ്പൊ 8 ക്രോമസോമിന് എത്ര ക്രോമാറ്റിഡാ? 8 ക്രോമസോമിന് 8 ക്രോമാറ്റിഡ് വന്നു. G2 ഓരോ ക്രോമസോമിന് 2 ക്രോമാറ്റിഡ് ഉണ്ട്. അപ്പൊ 8 ക്രോമസോമിനോ 16 ക്രോമാറ്റിഡ് ഉണ്ട്. G1 8 ക്രോമാറ്റിഡ്, G2 16 ക്രോമാറ്റിഡ്. ഇവിടെ ആലോചിക്കേണ്ട കൺസെപ്റ്റ് എന്താ? വിങ് സെല്ല്, ചിറകിൻ്റെ ക്രോമസോം നമ്പർ ചോദിച്ചാൽ ചിറകിലെ സെല്ലുകൾ ഏത് ഫേസിലാണെന്ന് ആലോചിക്കുക. ഏത് ഫേസിലാണ് എങ്ങനെ കിട്ടുക? ഒരു സെല്ല് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ G1 ഫേസിലാണ്. G0 ചിലർ പറയുന്നുണ്ട്, G1 എന്ന് ഓർത്ത് വെച്ചാൽ മതി. G1 ഫേസിൽ എത്ര തന്നെ? നമ്മൾ ആ പറഞ്ഞ ക്രോമസോം നമ്പർ തന്നെ ആയിരിക്കും G1 കാണുക. ക്രോമാറ്റിഡിൻ്റെ എണ്ണം മാറും, പക്ഷേ ക്രോമസോം നമ്പർ 8 തന്നെ മക്കളെ. മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേടാ.